ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡും പഴവും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. എത്ര കഴിച്ചാലും മടുക്കാത്ത നല്ല പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു 5 ബ്രെഡ് എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കറുത്ത് നന്നായിട്ട് പഴുത്തു പോയതായാലും കുഴപ്പമില്ല. ഇവിടെ അത്യാവശ്യം പഴുത്തത് തന്നെയാണ് ഞാനും എടുത്തിട്ടുള്ളത്. നല്ല പോലെ പഴുത്ത പഴം വേണം ഈ ഒരു പലഹാരത്തിന് വേണ്ടി എടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് നേന്ത്രപ്പഴവും അതുപോലെ ബ്രെഡും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 5 ബ്രെഡും അതുപോലെ 2 നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഇപ്പോൾ 2 പഴവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്ന ബട്ടറാണ്. അതിൽ നിന്ന് കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിലായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നെയ്യ് എടുക്കുന്നതാണ് നല്ലത്. നെയ്യില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിലിൽ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം കട്ട് ചെയ്തത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും ഒരു 3 ഏലക്കയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിയോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ പിന്നെ ഞാനത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. അങ്ങനെയാണ് 5 മിനിറ്റ് നേരം വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് സ്പാച്ച് വെച്ചിട്ട് ഉടച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി തുറന്നു വെച്ചതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കുഴഞ്ഞ് വരും. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇനി ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പ് അളവിലാണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊടി വേവിച്ചെടുക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഉപ്പുരസം നല്ലോണം ഉള്ളതുകൊണ്ടാണ് ഞാനിതിലേക്ക് പ്രത്യേകം ഉപ്പിട്ട് കൊടുക്കാത്തത്. അതുപോലെ തേങ്ങയും പഴവും റെഡിയാക്കിയപ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ ഒരു ശർക്കര പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബ്രെഡാണ്. ഈ ഒരു ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ മാവ് നമുക്ക് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റും മയമൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങനെ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറിയൊരു ചൂടോടുകൂടി വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. എങ്കിലേ നമുക്ക് നല്ല ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. കൈ പൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ നല്ല പോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആകൃതിയിലൊക്കെ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനൊരു ബോർഡിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തുന്നുണ്ട്. നല്ല നൈസായിട്ടല്ല, കുറച്ച് കട്ടിയായിട്ട് ഈ ഒരു പരുവത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരെണ്ണം ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് ഒരെണ്ണം കൂടെ പരത്തിയെടുക്കുന്നുണ്ട്. അതും നമുക്ക് ആ ഒരു വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരന്ന് കിട്ടും. ഇപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ്സ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം പരത്തി വെച്ചിരുന്ന ആ ഒരു മാവ് കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് കറക്റ്റായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു വക്കുള്ള പാത്രം വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
കട്ട് ചെയ്തെടുത്ത മാവ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് വീണ്ടും അത് പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഞാനെല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം നന്നായി വേവിക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച ബ്രെഡ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിൻ്റെ അകത്തെ ഫില്ലിങ്സ് എങ്ങനെയായിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഫില്ലിങ്സോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഞ്ഞ് പോലത്തെ പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.